യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ പൊണ്ണൂൻ്റെ മുടി വെട്ടാൻ ആള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ മുടി വെട്ടാൻ പോകണം. അപ്പോൾ ഒരു ഇയർ കഴിഞ്ഞല്ലോ അവൻ്റെ. അപ്പോൾ മുടി വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിക്കിൽ ഭയങ്കര ഹെയർ ഗ്രോത്ത് ആയിട്ട് വരട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ മുടി വെട്ടി കൊടുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഹെയർ കട്ടും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവായിട്ട് വോയിസ് കൊടുത്തിട്ട് പറയാന്ന് വിചാരിച്ചു. അപ്പൊ തൊട്ടിട്ട് ഓടിപ്പാഞ്ഞ് പെടഞ്ഞ് ഓടിപ്പോവാട്ടോ. അവൾക്ക് പേടിയായിട്ട് ആളുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പോയത്. എന്തിനാണ് ഇത്രയും വലിയ ടൂൾസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഒരു ട്രിമ്മർ മാത്രം മതിയില്ല മുടി വെട്ടാൻ. അത് എനിക്ക് എന്തിനാന്ന് അറിയില്ല. അപ്പൊ ആള് കറക്റ്റ് ടൈമിൽ വന്നു. അപ്പോൾ ലൈവായിട്ട് വോയിസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആകെ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ ആള് വന്നത് 2 പെട്ടിയും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് വരണേ, പൊണ്ണൂനെ മുടി വെട്ടാൻ ആകെ ഒരു ട്രിമ്മർ മാത്രം മതിയില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആള് പക്ഷെ ഫുള്ള് സെറ്റപ്പിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പൊണ്ണൂൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചതായിരുന്നു മുടി വെട്ടണം. കാരണം അവൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക ചെമ്പമുടി ആയിരുന്നു കേട്ടോ. എൻ്റെ പോലത്തെ മുടിയാണ് അവൻ്റെ. എനിക്കാണെങ്കിൽ നല്ല ചെമ്പമുടിയാണ്. അപ്പോൾ അതുപോലത്തെ തന്നെ ഹെയറാണ്. ഇത്തിരി വേവി ആയിട്ടുണ്ട്. എൻ്റെ ആണെങ്കിൽ പക്ക കോലം മുടിയായിരുന്നു. ഏട്ടൻ്റെ മുടിയല്ല, ഏട്ടൻ്റെ ഭയങ്കര കേളി ഹെയറാണ്. അപ്പം ഇവൻ്റെ ആണെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഹെയർ കേട്ടോ. ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓടിപ്പാഞ്ഞ് പെടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ ഫൈനൽ ലുക്ക് കണ്ടിട്ട് പറയും കേട്ടോ. എനിക്ക് അവൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായി. കൂടുതൽ ക്യൂട്ട്നെസ് ഒക്കെ തോന്നിയത് ലാസ്റ്റ് ഫൈനലായിട്ട് കണ്ടപ്പോഴാട്ടോ. മുടിയൊക്കെ മൊട്ടയടിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ അവനെ ക്യൂട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാട്ടോ സംഭവം. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇതെന്താണ് ഈ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. നോക്കുമ്പോഴാണെങ്കിൽ ആളുടെ എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ വെക്കാനുള്ള മിററൊക്കെ ഉള്ള ഒരു അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബേബീസിന് മാത്രം ഇരിക്കാൻ പറ്റുന്ന ചെയറായിരിക്കും. പക്ഷെ അല്ല കേട്ടോ, നമുക്കൊക്കെ കയറി ഇരിക്കാൻ പറ്റും. അത് വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊണ്ണൂനെ അങ്ങനെ ഇരുത്തിയിട്ട് പൊണ്ണുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു ആദ്യം ഇരിക്കുമ്പോൾ തന്നെ കരഞ്ഞ് പൊളിച്ച് അലമ്പുണ്ടാക്കി വേഷം കെട്ട് കാട്ടുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം കേട്ടോ പൊണ്ണു എന്തിട്ടാ കാട്ടിയെന്ന്. അപ്പോൾ ആളാണെങ്കിൽ കവറൊക്കെ എടുത്തിട്ട് കഴുത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി ഇട്ട് തരാറുണ്ടല്ലോ പൊണ്ണു. അപ്പോൾ അത് ഇട്ട് കൊടുത്തുട്ടാ. അപ്പോൾ ആദ്യം തന്നെ പൊണ്ണു ഹെയർ കട്ട് ചെയ്യണ സമയത്ത് ഗുഡ് ബോയ് ആയിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അവനെക്കാണ്ട് ഇരിക്കണ്ടല്ലോ എൻ്റെ കുട്ടി, നല്ല കുട്ടിയാലോ. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വേഷം കെട്ടലായിരുന്നു കേട്ടോ. അവനാകെ പേടിയായിട്ട്. ആദ്യമൊക്കെ നല്ല കുട്ടിയായിട്ടിരുന്നു. പിന്നെ ആളൊരു പുതിയ ആളല്ലോ വന്ന് ചെയ്യണേ. അപ്പോൾ ആളെ കിടന്ന് നോക്കാണ്, നിരീക്ഷിക്കാണ്. ഇതേതാ ഈ ചേട്ടൻ, ഇതാരത്, ആളെന്തിട്ട് എന്നെ മുടിയുമ്പോ ചെയ്യണേ, എന്തിട്ടാന്നൊന്നും മനസ്സിലാവണില്ല എന്ന് വെച്ചിട്ട് അവൻ ആകെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ആകെ ഡിസ്ട്രാക്റ്റഡായി. പിന്നെ വേഷം കെട്ടും കാര്യങ്ങളായി. പിന്നെ മെരിക്ക് ഇരിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ എന്താ ഉണ്ടായെന്ന്. അപ്പോൾ പൊണ്ണൂനെ മുടി കെട്ടിയതപ്പോൾ ഞാൻ പൊണ്ണൂൻ്റെ ഹെയർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത്തിരി പ്രിസർവ് ചെയ്യണ കാര്യം ഇത്തിരി കൂടുതലാണ്. ഇവൻ്റെ പൊക്കിൾക്കൊടി ഉണങ്ങിയതും അതുപോലെ തന്നെ ഇവൻ്റെ ഫസ്റ്റ് ഡ്രസ്സും കാലുമ്മ ഇവൻ ഉണ്ടായപ്പോൾ കെട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്, എന്ത് ബാൻഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ്റെ വെയിറ്റും ഇവൻ്റെ എപ്പോഴാ ടൈമിൽ ജനിച്ചെന്നൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ പ്രിസർവ് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ഹെയറും ഞാൻ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ അതായത്. അപ്പോൾ ഇവനാണെങ്കിൽ വീഡിയോ ഇട്ടായിരിക്കുന്ന സമയത്ത് കരച്ചിലും വീഴ്ചലും ആകെ വേഷം കെട്ട് ഞാൻ ഓരോ ഇത് കാട്ടുക. അതുപോലെ തന്നെ ഏട്ടൻ ഓരോന്ന് കാട്ട ഇവനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവൻ മെരിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പണി. അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പം എനിക്കാണെങ്കിൽ പൊണ്ണൂനെ മുടി വെട്ടിയതിന് ശേഷം ഇതേക്ക് ഉമ്മ തരാൻ വേണ്ടി വന്നേക്കണു കേട്ടോ നമ്മുടെ പൊണ്ണു ഭാബി അമ്മയ്ക്ക് ഉമ്മ തരാൻ വന്ന കേട്ടോ. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ നല്ല രീതിയിൽ വെട്ടിയ ആള്. എന്നിട്ട് ഇത് ട്രിം ചെയ്തതിന് ശേഷം വേറൊരു സംഭവം കൂടി എടുത്തിട്ട് ഫുള്ള് കളഞ്ഞു കേട്ടോ. അപ്പോൾ
അത് ഇതാക്കിയതിന് ശേഷം നല്ല രീതിയിൽ അത് പോയിട്ടോ. വീണ്ടും ഈ സംഭവത്തോണ്ട് ഫുൾ അവൻ്റെ കളഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഫൊണ്ണൂന് മുടിയില്ലാത്തതാട്ടോ ഇഷ്ടമായി. ഞാൻ വിചാരിച്ച ഫൊണ്ണൂന് മുടി പോയി കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അവൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ പോകുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഫൊണ്ണൂനും ഇഷ്ടമായി കേട്ടോ. ഫൊണ്ണും പറയണ്ടായിരുന്നു അവന് നല്ല ഇഷ്ടമായി. അതെ, കണ്ട ഫൊണ്ണു പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് നല്ല ഗുണ്ടോമണിയുടെ പോലെ എനിക്ക് തോന്നിയേ. മറ്റേ മുടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത്തിരി ക്ഷീണമുള്ള പോലെയൊക്കെയായിരുന്നു തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും അതെ, മുടി വെട്ടിയപ്പോൾ നല്ല ഇത്തിരി കൂടി നല്ല ഭംഗി വെച്ചു ഫൊണ്ണു പറഞ്ഞു. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇതാണെങ്കിൽ അവസാനം അമ്മയുടെ മടിയിലിരുന്നിട്ട് അമ്മ അവസാനം ചേരന്റെ മേലെ കയറിയിരുന്ന്, ഇപ്പൊ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണ സമയത്ത് അമ്മ ഇരുന്ന് കാണാം കേട്ടോ. അപ്പോ അമ്മ അവസാനം അതിന്റെ മേലെ കയറിയിരുന്ന് അങ്ങനെ വെട്ടണ്ട വന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സലൂണിൽ പോയിട്ട് ചെയ്യാന്നാട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു അത് വേണ്ട, അവൻ ചിലപ്പോ വേഷം കിട്ടിട്ട് അമ്മേനൊന്നും കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. സലൂണിലാവുമ്പോ സലൂണിലാവുമ്പോ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അപ്പോ വിചാരിച്ചു വീട്ടിൽ വന്ന് ചെയ്തപ്പോ ആണെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആണ്, എന്നാലും നമ്മുടെ വാവയുടെ കാര്യല്ലേ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുത്തിട്ടോ. അപ്പൊ എനിക്കിത് ഏറ്റവും ഏട്ടൻ പറഞ്ഞത് ശരിയായി തോന്നിയ കാരണം വീട്ടിലിരുന്നപ്പോഴാണെങ്കിൽ സമാധാനമായിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോന്ന് കാട്ടി സമാധാനമായിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് വെട്ടാൻ പറ്റി ഞങ്ങക്ക്. അപ്പോൾ ഇവൻ വെട്ടണവരെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ചേട്ടനെ നോക്കിയിരിക്കലായിരുന്നു കേട്ടോ പണി. കരച്ചിലൊക്കെ മാറി ആ ചേട്ടനെ ഫുള്ള് നിരീക്ഷിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവന് ഇത്തിരി നിരീക്ഷണം കൂടുതലാട്ടോ. ഇപ്പൊ തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിരീക്ഷിച്ച് എന്നെ നോക്കിയിരിക്കാണ്, ഞാൻ എന്തിട്ടൊക്കെ പറയണേ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാണ്. അപ്പോ ഹെയർ അങ്ങനെ വെട്ടിട്ടോ. അപ്പൊ ഏട്ടനാണെങ്കിൽ ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പരമാവധി അവൻ ഇതാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാട്ടോ അവന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടമായ, മുന്നത്തെ ഫൊണ്ണൂനാണോ ഇഷ്ടമായി അത് ഇപ്പോഴത്തെ ഫൊണ്ണൂനാണോ ഇഷ്ടമായെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അവസാനം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഫൊണ്ണു ഭാവിയും വരെയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ബൈ. അപ്പൊ ഫൊണ്ണു ആണെങ്കിൽ കാറിലൊക്കെ കയറിയിരുന്ന് പോവാട്ടോ.